ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കിയുള്ള അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് റെക്റ്റാങ്കിൾ എന്നുള്ളത് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നിൽ കമാൻഡ് റെക്റ്റാങ്കിൾ എടുക്കാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് REC എന്ന് ഉള്ളതാണ്. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ REC ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ എന്നുള്ള കമാൻഡ് അവിടെ ആക്റ്റീവ് ആകും. അതല്ലെന്നുണ്ടെങ്കിൽ റിബണിൽ ഇതാണ്ട് ഇവിടെ റെക്റ്റാങ്കിൾ ഏതാണ്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്താലും സെയിം റെക്റ്റാങ്കിൾ എന്നുള്ളതിനെ നമുക്കിവിടെ ആക്റ്റീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കേസ് വരുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ദാണ്ട് ഈ പറഞ്ഞേക്കുന്നത്. മെയിനായിട്ട് രണ്ട് സൈഡുകൾ, ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു 4 സൈഡുള്ള ജോമെട്രിയാണ്. അതിന് 4 സൈഡുകളും 4 വെർട്ടെക്സ് പോയിന്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡുകളുടെ ലെങ്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലെങ്ത് 100ഉം വിഡ്ത്ത് 50 ഉള്ള ഒരു റെക്റ്റാങ്കിളാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്തും 100 ആയിരിക്കും, ഈ സൈഡിൻ്റെ ലെങ്തും എന്ന് പറയുന്നത് ഈ ഇവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഇപ്പുറത്തെ വിഡ്ത്തും 50 എന്ന് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിൻ്റെ കേസ് വരുമ്പോൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്നാണ് വരുന്നത്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് ഞാൻ 100 ആണ് കൊടുത്തേക്കുന്നത്, വിഡ്ത്ത് 50. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 5000 എന്ന് വരും. അതുപോലെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്നാണ്. അതായത് ഇപ്പം നമ്മുടെ ഇവിടെ ലെങ്തും വിഡ്ത്തും ഈ 4 സൈഡിൻ്റെയും കൂടെ ലെങ്ത് കൂട്ടുവാണെങ്കിലാണ് നമുക്ക് പെരിമീറ്റർ എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്ന് കൊടുക്കാം. ഇപ്പോൾ 2 ഇൻറ്റു 100 പ്ലസ് 50, അതായത് ടോട്ടൽ 300 ആയിരിക്കും. ഇതിന് ഏരിയ 5000ഉം പെരിമീറ്റർ എന്ന് പറയുന്നത് 300 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാവുന്നത്? ഒന്നുകിൽ നമുക്ക് ലൈൻ എടുത്തിട്ട് എൽ എൻ്റർ അടിച്ചു, ഫസ്റ്റ് പോയിന്റ് കൊടുത്തു, താഴോട്ടുള്ളത് 50 കൊടുത്തു, എൻ്റർ അടിച്ചു, ഇങ്ങോട്ടുള്ളത് 100 കൊടുത്തു, എൻ്റർ അടിച്ചു, മേളിലോട്ട് 50 കൊടുത്തു, എൻ്റർ അടിച്ചു, എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ആണ്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ലൈൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല, ജസ്റ്റ് റെക്റ്റാങ്കിൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ആദ്യം ഫസ്റ്റ് കോർണർ എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ലെങ്തും വിഡ്ത്തും അറിയത്തില്ല, പകരം നമുക്കിപ്പോൾ എന്താണ്ട് ഈ പോയിന്റ് വരെയാണ് വേണ്ടെങ്കിൽ എവിടെയാണോ ആ പോയിന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്ട് ഇതുപോലെ വരയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ REC ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് ഫസ്റ്റ് കോർണർ കൊടുക്കുക. എന്നിട്ട് ദാണ്ട് ഇവിടെ ഡയമെൻഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഡയമെൻഷൻ എന്നുള്ള എടുത്തു. എന്നിട്ട് എനിക്കിവിടെ ലെങ്ത് 100ഉം വിഡ്ത്ത് 50 ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ 100ഉം 50ഉം ലെങ്തും വിഡ്ത്തും പറഞ്ഞു കൊടുത്തു, എൻ്റർ അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പം നമ്മൾ ഈ ആദ്യം കാണിച്ചു കൊടുത്ത കോർണർ പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് ഏത് ഡയറക്ഷനിലാണ്, ഇപ്പം 4 ക്വാഡ്രൻ്റ് ഡയറക്ഷനിൽ നമുക്ക് കർസർ മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. എവിടോട്ടാണോ വേണ്ടത് ആ ഡയറക്ഷനിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ലെങ്ത് 100ഉം അതുപോലെ വിഡ്ത്ത് 50 ഉള്ളൊരു റെക്റ്റാങ്കിൾ നമുക്ക് അവിടെ വരച്ചെടുക്കാം. ഓക്കെ, ഇവിടെ വിഡ്ത്ത് 15 കിട്ടി. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഏരിയ എന്നുള്ളതും പെരിമീറ്റർ എന്നുള്ളതും. ഇത് നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ആണ്ട് ഈ റെക്റ്റാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൺട്രോൾ 1 എന്നുള്ളത് പ്രസ് ചെയ്യുക, കൺട്രോൾ 1. ഈ കൺട്രോൾ 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ട് ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. നമ്മുടെ കൺട്രോൾ കീയും ഡിജിറ്റ് 1 എന്നുള്ള ഡിജിറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഒരുമിച്ച് പ്രസ് ചെയ്താൽ ദാണ്ട് ഈ പ്രോപ്പർട്ടീസ് എന്നുള്ളത് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാണ്ട് ഏരിയ എന്നുള്ളത് 5000 എന്നുള്ളതും ലെങ്ത് എന്നുള്ളത് 300 എന്നും ഉള്ള വാല്യൂ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി പ്രോപ്പർട്ടീസ് എന്നുള്ള ബോക്സ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡയഗണലിന്റെ വാല്യൂ എത്ര ആണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു ലൈൻ എടുത്തു, ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് പോയിന്റുകൾ ജോയിൻ ചെയ്യുക. ഇതിപ്പോൾ ചരിഞ്ഞ ലൈൻ ആയതുകൊണ്ട് ഇവിടെ അലൈൻഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഈ ഒരു ചരിഞ്ഞ ലൈനിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് കാണിച്ചു കൊടുത്താൽ അതിന്റെ ലെങ്ത് എത്ര ആണെന്ന് നമുക്കിവിടെ വേണമെങ്കിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിന്റെ തന്നെ മറ്റൊരു സബ് ഡിവിഷനാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലെങ്തും വിഡ്ത്തും സെയിം വാല്യൂ വരുമ്പോഴാണ് നമുക്ക് സ്ക്വയർ എന്ന് പറഞ്ഞ ജോമെട്രി അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം എനിക്കൊരു 100 ലെങ്ത് ഉള്ളൊരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ ഞാനിവിടെ ലെങ്തും 100 കൊടുക്കുക, വിഡ്ത്തും 100 കൊടുക്കുക. ഇവിടെ വിഡ്ത്തിന്റെ കേസിൽ 50 മാറിയിട്ട് 100 എന്നാവും. അപ്പോൾ നമ്മളിവിടെ 100 എന്ന് കൊടുത്തു. അപ്പോൾ 100 ഇൻറ്റു 100 എന്നുള്ള രീതിയിൽ ഇവിടെ വരുമ്പോൾ 5000 അല്ല 10,000 എന്ന് വരും. പിന്നെ റെക്റ്റാങ്കിളിന്റെ കേസിലാണ് ഈ 2 ഇൻറ്റു എന്നുള്ള ഈ ഒരു സംഭവം എടുക്കുന്നത്. സ്ക്വയറിന്റെ കേസിന്റെ വരുമ്പോൾ 4 ഇൻറ്റു സൈഡ് എന്നാണ് ഇക്വേഷൻ, 4 ഇൻറ്റു സൈഡ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 4 ഇൻറ്റു 100
വാല്യൂ എന്ന് പറയുന്നത് 400 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു സൈഡ് 100 ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണമെങ്കിലും ഈ സെയിം REC ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഫസ്റ്റ് കോൺട്ര കൊടുത്തു, ഡയമെൻഷൻ എന്നുള്ള എടുത്തിട്ട് ലെങ്തും 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. വിഡ്ത്തും 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ലെങ്ത് 100ഉം വിഡ്ത്തും 100 ഉള്ളൊരു സ്ക്വയർ നമുക്ക് വരയ്ക്കും. ഇപ്പോൾ 100ന് വരെ ഏത് വാല്യൂ ആണോ നമുക്ക് വേണ്ടത് ആ വാല്യൂ അവിടെ ഡയമെൻഷനിൽ പറഞ്ഞു കൊടുത്താൽ മതി. അതനുസരിച്ച് നമുക്ക് ആ ഫിഗർ വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, കൺട്രോൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇതാണ് റെക്റ്റാങ്കിൾ എന്നുള്ള ഓപ്ഷൻ. ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ വരച്ചത് ഈ രീതിയിലുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ്. സൈഡ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ. പിന്നെ ഈ റെക്റ്റാങ്കിൾ കേസിൽ തന്നെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.